Hi everyone, this is me Casac Benjali. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ഒരു കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ അതിനെ എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളൊരാളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഒരാളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ നിങ്ങളൊരു ഇൻഫ്ലുവൻസർ ആണെങ്കിലും സെയിൽസ്മാൻ ആണെങ്കിലും ആരാണെങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. കാരണം ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് അല്ലാതിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത്. ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സൂപ്പർ എഫക്റ്റീവായിട്ട് മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നമ്പർ 1, ഡോണ്ട് ഇൻറ്ററപ്റ്റ്. ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, വലിയ കാര്യത്തിൽ അയാളുടെ മനസ്സിനകത്തുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിൽക്ക് ഞാനിത് പറഞ്ഞോട്ടെ, അയാളുടെ ഫ്ലോ അങ്ങ് പോയി പോകും. അങ്ങനെ നിങ്ങൾ 1-2 തവണ അയാളെ നിങ്ങൾ ഇൻറ്ററപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര നല്ല വ്യക്തിയാണെങ്കിലും അയാളെ നിങ്ങൾ വെറുക്കും, നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടില്ല, നിങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ നിന്ന് ഓടിപ്പോവുകയും ചെയ്യും. ഇക്കഴിഞ്ഞ കാലത്ത് ഒരാഴ്ച മുമ്പാണ് എനിക്കൊരു അനുഭവം ഉണ്ടായത്. ഞങ്ങൾ മോർണിംഗ് വാക്കിന് രാവിലെ പോയിട്ട് ഇരിക്കുകയാണ്. ഞാൻ നാട്ടിൽ വന്നിട്ട് കുറച്ച് ദിവസം പുറത്തായിരുന്നു. അങ്ങനെ ഒരു 2-3 മാസം ദുബായിലും മറ്റു രാജ്യങ്ങളിലൊക്കെ ബിസിനസ് ആവശ്യാർത്ഥം പോയി വന്നതിന് ശേഷം നാട്ടിലെത്തിയതാണ്. അപ്പോൾ മോർണിംഗ് വാക്കിന് വേണ്ടിയിട്ട് ഞാൻ സ്ഥിരമായിട്ട് നടക്കാൻ പോകുന്ന സ്ഥലത്ത് പോയി. അപ്പോൾ എൻ്റെ സ്ഥിരം നടക്കുന്ന എൻ്റെ കൂട്ടുകാരുണ്ട്. അപ്പോൾ അവരും അവിടെ വന്ന് ഞങ്ങൾ നടത്തമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പെട്ടെന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു കോമൺ ഫ്രണ്ട് പെട്ടെന്ന് ബൈക്കിൽ വന്നിട്ട് പറഞ്ഞു, എടാ വിട്ടോ അയാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. ആ ഒരൊറ്റ സ്പോട്ടിനകത്ത് എല്ലാവരും ആ ഇരുന്ന് സംസാരിച്ച് വിശ്രമിക്കുന്ന സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് അങ്ങ് ഓടി രക്ഷപ്പെടുമെന്നൊക്കെ പറയില്ല, വണ്ടി എടുത്തങ്ങ് പോയി. എനിക്ക് മനസ്സിലായില്ല. ഞാൻ എൻ്റെ അടുത്ത് അവിടെ ഉണ്ടായിരുന്നൊരു കൂട്ടുകാരനോട് സംഭവം ചോദിച്ചു. അപ്പോൾ ഇന്ന ആള് രാവിലെ നടക്കാൻ വരുന്നുണ്ട്, അപ്പോൾ അയാളെ നമ്മൾ അവിടെ എൻ്റർടൈൻ ചെയ്ത് അവിടെ സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അയാൾ നമ്മളെ പറയാൻ അനുവദിക്കില്ല. നമ്മൾ എന്ത് പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഇടയിൽ കയറിയിട്ട് അയാളെ ഇങ്ങനെ വളവളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഭ്രാന്ത് വരും. അതിനേക്കാളും നല്ല എന്തിനാണ് അയാളായിട്ട് രാവിലെ തന്നെ തർക്കിക്കാനും പ്രശ്നം ഉണ്ടാക്കാനൊക്കെ പോകുന്നത്? വിട്ടുകളയാം. സോ ദിസ് ഇസ് വാട്ട്, ഡോണ്ട് ഇൻറ്ററപ്റ്റ്. നമ്മൾ മറ്റൊരാളുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അയാൾ സംസാരിക്കാനുള്ളത് മുഴുവൻ പറയട്ടെ, അയാൾ സംസാരിക്കാനുള്ളത് മുഴുവൻ കഴിയട്ടെ. ഈവൻ നിങ്ങൾ ചോദ്യം ചോദിക്കുന്ന ഒരാളാണെങ്കിൽ പോലും അയാൾ ഒരു പോയിന്റിൽ അത് നിർത്തിയതിന് ശേഷം അയാളുടെ സംഭാഷണത്തെ കണ്ടിന്യൂ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളെ ചോദിക്കാവൂ. അയാളുടെ സംഭാഷണത്തെ അവിടെ നിർത്തിക്കുന്ന രീതിയിലുള്ള ചോദ്യമാവരുത് നിങ്ങൾ ചോദിക്കേണ്ടത്. സോ നമ്പർ 1, ഡോണ്ട് ഇൻറ്ററപ്റ്റ്. നമ്പർ 2, ഷോയിങ് സൈൻ ഓഫ് ഇംപേഷ്യൻസ്. അക്ഷമയുടെ ലക്ഷണങ്ങൾ കാണിക്കുക. നിങ്ങൾക്ക് അയാളോട് സംസാരിക്കാൻ ഇഷ്ടമില്ല, അയാളാണെങ്കിൽ വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഒരുപക്ഷെ സെയിൽസ്മാൻ ആകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആകാം, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളൊരു സെയിൽസ്മാൻ ആകാം, നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറുടെ അടുത്താണ് പോയിരിക്കുന്നത് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് നിങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ അല്ലെങ്കിൽ അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കെ നിങ്ങൾ താല്പര്യമില്ലായ്മയുടെ ലക്ഷണങ്ങൾ പറ, എന്നിട്ട് മൊബൈൽ ഫോണൊക്കെ എടുത്ത് നോക്കുന്നു, എന്നിട്ട് ഗ്രൂപ്പൊക്കെ ചെക്ക് ചെയ്യുന്നു, ഇത് കണ്ടോ ഇവന്മാരിട്ടിരിക്കുന്നത്, ഇത് അക്ഷമയുടെ ലക്ഷണങ്ങളാണ്. നിങ്ങൾക്ക് അയാളുമായിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് നിങ്ങൾ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന ലക്ഷണങ്ങളാണ്. ഒരിക്കലും തന്നെ ഇത്തരത്തിലൊരു സ്വഭാവം നിങ്ങൾ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ കാണിക്കാൻ പാടില്ല. വളരെ ഫ്രീ ആയിട്ട് കേട്ട് അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് വേണ്ടത്. അക്ഷമയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്തൊരു കോൺവെർസേഷനിലേക്ക് പോകാതിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അത് വേറെ കാര്യം. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു മീറ്റിങ്ങിലാണ് സംസാരിക്കുന്നതെങ്കിൽ അക്ഷമയോട് കൂടിയിട്ട് ഇരിക്കരുത്, ക്ഷമയോട് കൂടിയിട്ട് അയാളെ കേട്ടിരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് അത് ബിസിനസ്സിലാകാം, റിലേഷൻഷിപ്പിലാകാം, നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. പ്രത്യേകിച്ച് നമ്മളിത് കീപ്പ് ചെയ്യേണ്ടത് നമ്മുടെ പാർട്ട്നേഴ്സുമായിട്ടൊക്കെ സംസാരിക്കും. ഞാൻ അവളുമായിട്ട് സ്ഥിരമായിട്ട് സംസാരിക്കുന്നില്ല, എന്താണ് ഇപ്പം ഇത്ര ക്ഷമയോടെ ഇരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ കോൺവെർസേഷനിൽ അക്ഷമ കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ നിന്ന് പതുക്കെ നമ്മളോടുള്ള അഫെക്ഷനും നമ്മളോടുള്ള സ്നേഹമൊക്കെ കുറഞ്ഞു വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പാർട്ട്ണറുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ക്ഷമയോടെ കേട്ടിരിക്കുക, അക്ഷമ കാണിക്കരുത്. നമ്പർ 3, ജഡ്ജിങ് ഓർ ആർഗ്യൂയിങ് മെന്റാലിറ്റി. അയാൾ പറയുന്നതിൻ്റെ എല്ലാം ഫാക്ട് ചെക്ക് ചെയ്യുക. അയാൾ പറയുന്നതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് ഇങ്ങനെ നോക്കിയിട്ട് അയാളുമായിട്ട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിനകത്തൊക്കെ അയാളോട് ആർഗ്യൂ ചെയ്യാൻ നിൽക്കുക. നീ ആ പറഞ്ഞത് ശരിയല്ല, നീ ഈ പറഞ്ഞത് ശരിയല്ല, ഇത് അങ്ങനെയല്ല പറയേണ്ടത്, ആര് പറഞ്ഞു അങ്ങനെയാണെന്ന്, അങ്ങനെയല്ലല്ലോ അതുണ്ടായിരുന്നത്, ഞാനന്ന് അവിടെ പോയതായിരുന്നല്ലോ, അവിടെ അങ്ങനൊന്നും അല്ല, ഞാൻ കണ്ടിട്ടുണ്ടത് എന്ന് പറഞ്ഞ് അയാൾ പറയുന്ന എല്ലാത്തിനും തർക്കുത്തരം പറയുക, എല്ലാത്തിനും ജഡ്ജ് ചെയ്യുക. ഇതൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ഒഴിവാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദുശീലമാണ്. ആൻഡ് നമ്പർ 4, മൾട്ടി ടാസ്കിങ് ഡ്യൂറിങ് ദ കോൺവെർസേഷൻ. നിങ്ങൾ ഒരാളുമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംസാരിക്കാൻ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പറ, എന്നിട്ട്
മറ്റു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, കമ്പ്യൂട്ടറിൽ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നു, ടക്ക് 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 എന്ന് പറഞ്ഞിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നു, മൊബൈൽ ഫോൺ എടുത്തുകൊണ്ടിരിക്കുന്നു, അങ്ങോട്ട് പോകുന്നു, അടുക്കളയിൽ കാര്യങ്ങൾ ചെയ്യുന്നു, അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, സംസാരിക്കുന്നതൊക്കെ വേറെ കാര്യം. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു മീറ്റിംഗ്, ബിസിനസ് മീറ്റിംഗ് ആകാം, അല്ലെങ്കിൽ പാർട്ട്ണറുമായിട്ടാകാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ടുള്ള സംസാരമാകാം, അല്ലെങ്കിൽ ലൈഫ് പാർട്ട്ണറുമായിട്ടുള്ളതാകാം, എന്തുമാകാം, നമ്മൾ ആ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിനിടയിൽ ഞാൻ ഇങ്ങനെ പുസ്തകം വെച്ച് പറയൂ എന്ന് പറഞ്ഞ് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു, വെള്ളം കുടിക്കുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, ഒരു മിനിറ്റ് ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാം, ഞാൻ 2 മിനിറ്റ് ഞാൻ ആരെ വന്ന് നോക്കിയിട്ട് വരാം. ഇങ്ങനെ ആ കോൺവെർസേഷനിൽ ഒരുപാട് മറ്റു കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പുറത്തിരിക്കുന്ന ഒരാൾക്ക്, ഓപ്പോസിറ്റിലിരിക്കുന്ന ഒരാൾക്ക് അത്രയും വെറുപ്പുണ്ടാക്കുന്ന, വിദ്വേഷം ഉണ്ടാക്കുന്ന മറ്റൊന്നും ഉണ്ടാവില്ല. അപ്പം അതൊക്കെ അയാളുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള എല്ലാ സ്ഥാനവും നഷ്ടപ്പെടുകയും നിങ്ങൾ ഒരിക്കലും ഒരു ലീഡറോ ഇൻഫ്ലുവൻസറോ ആകാതെ നിങ്ങളൊരു വെറുക്കപ്പെട്ട ക്യാരക്ടറായിട്ട് മാറുകയും ചെയ്യും. മൾട്ടി ടാസ്കിങ് ഡ്യൂറിങ് കോൺവെർസേഷൻ ഇസ് നോട്ട് ആൻ എന്റർടൈനിങ് ജോബ്. ഓക്കെ, അത് ഒരിക്കലും തന്നെ ചെയ്യാതിരിക്കാം. ആൻഡ് നമ്പർ 5, പ്രൊജക്റ്റിംഗ് ഓൺ ഐഡിയാസ്. ഞാൻ മാത്രമാണ് ശരി, എൻ്റെ ഐഡിയ ആണ് സൂപ്പർ, എൻ്റെ ഞാൻ മനസ്സിലാക്കി വെച്ചത് മാത്രമാണ് കറക്റ്റ്. അതിനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ എടുത്തിട്ടിട്ട് അതിങ്ങനെ ഇമ്പ്രസ് ചെയ്യാണ്ട് എൻ്റെ പ്രോഡക്റ്റ്, എൻ്റെ കമ്പനി, എൻ്റെ പ്രോഡക്റ്റ്, എൻ്റെ കമ്പനി എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. അതത്ര നല്ല ശീലമല്ല. കമ്മ്യൂണിക്കേഷനിൽ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതാണ്. അയാൾക്ക് പറയാനുള്ള മുഴുവൻ കേൾക്കട്ടെ, അയാൾ ചെയ്യുന്നത് ചെയ്യട്ടെ, എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു കഴിഞ്ഞല്ലോ, ഞാൻ എൻ്റെ ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം. അതല്ലാതെ പറയുന്നതിനിടയിൽ നിങ്ങളെ ഇങ്ങനെ പൊക്കി, നിങ്ങളെ ഇങ്ങനെ പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ പറയാം, ഓൺ ഐഡിയാസ് ആണ് ശരിയെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് അത്ര നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ പ്രാക്ടീസ് അല്ല. ഓക്കെ. ആൻഡ് നമ്പർ 6, സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് അതിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അപ്പം നിങ്ങളിങ്ങനെ ആലോചിക്കുക, ഇപ്പം ഞാൻ എന്താ പറയാം, എന്നിട്ട് ഞാൻ ആലോചിക്കട്ടെ. അയാൾ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചതാണ്, അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് എന്തൊരു കാര്യം അറിയാൻ വേണ്ടി ചോദിച്ചാൽ നിങ്ങളിങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ആലോചിക്കുന്ന പോലെ ഇരിക്കുക. അത് ഒഴിവാക്കണം. അതിന് അർത്ഥമുണ്ട്. നിങ്ങൾക്ക് ഈ കോൺവെർസേഷൻ ഇഷ്ടമല്ല എന്ന് അയാളുടെ മുഖത്ത് നോക്കി പറയുന്നതിന് തുല്യമാണ്. അപ്പോൾ വേഗം അങ്ങനെ ഒരുപാട് ആലോചിച്ചിരിക്കാതെ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നങ്ങ് പറയുക. കമ്മ്യൂണിക്കേഷൻ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഡീവിയേറ്റ് ചെയ്യാന്നല്ലാതെ അയാളെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഒട്ടും കമ്മ്യൂണിക്കേഷന് നല്ല ശീലമല്ല. ആൻഡ് നമ്പർ 7, ബിക്കം ഡിഫെൻസീവ്. അയാൾ എന്നെ ചാക്കിലാക്കാൻ വന്നതാണോ? അയാൾ എന്നെ കൺവിൻസ് ചെയ്യാൻ വന്നതാണോ? അയാളുടെ പ്രൊഡക്റ്റ് എന്നെ വിൽക്കാൻ വന്നതാണ്, അയാളെ മോളെ എന്നെ കൊണ്ട് കെട്ടിക്കാൻ വന്നതാണോ? ഇങ്ങനെയൊക്കെയുള്ള ഒരു ഡിഫെൻസീവ് മോഡിൽ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇയാൾ എന്നെ പറ്റിക്കും, ഇയാൾ എന്നെ പെടുത്തും. സാധ്യത ഉണ്ടാവാം, ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം, പക്ഷെ ഒരുപക്ഷെ പറ്റിക്കാനായിരിക്കില്ല. അപ്പൊ എല്ലാവരോടും നിങ്ങൾ അങ്ങനെ ഒരു മുൻകൂട്ടിയുള്ള ഒരു മുൻധാരണയോട് കൂടിയിട്ട് ഒരു ജഡ്ജിങ് പാറ്റേണിൽ നിൽക്കണ്ട. മറിച്ച് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടന്നിട്ട് പ്രോപ്പറായി അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഡിസിഷൻ എടുക്കാം. പക്ഷേ എല്ലാത്തിനും ഒരു ജഡ്ജ്മെന്റ് മെന്റാലിറ്റിയോട് കൂടിയിട്ട് നിങ്ങൾ ഡിഫെൻസീവ് മോഡിൽ നിൽക്കുന്നത് ആ കമ്മ്യൂണിക്കേഷന് എഫക്റ്റീവ് ആകുന്നതിൽ നിന്ന് തടസ്സം ഉണ്ടാക്കുന്ന കാര്യമാണ്. ആൻഡ് നമ്പർ 8, ക്ലോസ്ഡ് ബോഡി ലാംഗ്വേജ്. അയാൾ വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മൾ അതിനൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മൾ കൈയൊക്കെ പൂട്ടിയിട്ട് ഒന്നും കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന രീതിയിൽ ഒരു ക്ലോസ്ഡ് ബോഡി ലാംഗ്വേജ് പ്രകടിപ്പിക്കുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ്നെസ്സിന് വലിയ തടസ്സം സൃഷ്ടിക്കുന്ന ഒന്നാണ്. ആൻഡ് നമ്പർ 9, ക്ലോസ്ഡ് ടു ന്യൂ ഐഡിയ. ഒരാൾ വലിയൊരു കാര്യത്തെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ട് ഒരുപക്ഷെ നിങ്ങളോട് സംസാരിക്കാൻ വന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പുതിയ ഐഡിയകളൊന്നും അതൊന്നും ശരിയാവില്ല, ഈ പുതിയ അതൊന്നും ശരിയാവില്ല, നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമല്ലാതെ പുതിയ ഐഡിയ അതൊന്നും നടക്കുന്ന കാര്യമില്ല, അതൊന്നും നടപടിയാവില്ല, അതൊരിക്കലും ശരിയാവില്ല, അതൊന്നും എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞ് അയാളുടെ ആ ഒരു ടെൻഡൻസി, അയാളുടെ കഴിവിനെ അല്ലെങ്കിൽ അറിവിനെ, അയാളുടെ ആത്മാർത്ഥതയെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് കൊന്നുകളയുന്നതിന് തുല്യമാണ് നിങ്ങൾ പുതിയ ഐഡിയ കേൾക്കാൻ പോലും തയ്യാറല്ലാതിരിക്കുക. പുതിയ ആശയത്തോട് നിങ്ങളൊരു ഒഫെൻസീവ് ആയിട്ടുള്ള ഒരു ഡിഫെൻസീവ് ആയിട്ടുള്ള മനോഭാവം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷന്റെ എഫക്റ്റീവ്നെസ്സിനെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഘടകമാണ്. ആൻഡ് നമ്പർ 10, ജംപ് ഇൻ ടു കൺക്ലൂഷൻ. ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് അവിടെയല്ലേ എത്തിച്ചേർന്നത്, എന്നിട്ട് അതല്ലേ ആയിക്കഴിഞ്ഞത്, എന്നിട്ട് അയാൾ പറഞ്ഞിട്ടില്ല, അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അയാൾ സംസാരിച്ചു വരുന്നേ ഉള്ളൂ. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ അതിന് കൺക്ലൂഷൻ ഉണ്ടാക്കി കൊടുക്കുക, നിങ്ങൾ അത് അടച്ചു വെക്കുക, എന്നിട്ട് നിങ്ങൾ കൺക്ലൂഷൻ ഉണ്ടാക്കി അയാളുടെ സംസാരിക്കാനുള്ള എല്ലാ താല്പര്യത്തെയും നിങ്ങൾ തന്നെ അങ്ങ് ഇല്ലാണ്ടാക്കുക. ഇത്തരം കാര്യങ്ങൾ, ഇത് മാത്രമല്ല ഇതിനപ്പുറത്ത് പലതും ഉണ്ടെങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട, നമ്മൾ ഒരിക്കലും ഒരു കമ്മ്യൂണിക്കേഷനിൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. മനോഹരമായ കമ്മ്യൂണിക്കേഷൻ, നന്നായിട്ട് സംസാരിക്കാൻ കഴിയുക, ആളുകളെ സംസാരിച്ച് ഇൻഫ്ലുവൻസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്.
അപ്പോൾ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൽ നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് സംസാരിക്കുന്നത്, ഇതിന് വലിയ റോളുണ്ട്. അപ്പോൾ എഫക്റ്റീവായി സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ആരും ഇഷ്ടപ്പെടുകയില്ല, നമുക്ക് എല്ലാ ഇൻഫ്ലുവൻസും നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ കൂടുതൽ ഒരു ഇൻഫ്ലുവൻസർ ആകാൻ ഈ പറയുന്ന ശീലങ്ങൾ നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ സാധിക്കും. ഇതിന് മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവർ കാണുക. കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആകാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യേണ്ട 10 കാര്യങ്ങളാണ്. സോ അത് രണ്ടും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതലൊരു ക്ലാരിറ്റി കിട്ടും. ഇനി എവിടെ സംസാരിക്കുമ്പോഴും, ബിസിനസ് മീറ്റിംഗിലാകാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാകാം, ബന്ധു വീട്ടിലാകാം, എവിടെയാണെങ്കിലും സംസാരിക്കുന്നിടത്ത് ഈ ഒരു പാറ്റേൺ അപ്ലൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് മനോഹരമായിട്ട് മറ്റുള്ളവരുടെ മനസ്സിൽ ഇടം തേടുന്ന രീതിയിൽ സംസാരിക്കാൻ പറ്റും. പ്രസംഗിക്കാൻ നല്ല പേടിയുള്ള ഒരാളാണ്, ആരുടെ മുന്നിലും എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടുന്ന ഒരാളാണെങ്കിൽ കേരളത്തിലെ നമ്പർ 1 പ്രസംഗ പരിശീലനമായിട്ടുള്ള സ്പീക്ക് ടു എന്ന് പറയുന്ന പ്രസംഗ പരിശീലനത്തിന്റെ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസംഗിക്കാനുള്ള പേടി ഓൺലൈനായിട്ട് എന്നേക്കുമായിട്ട് മാറ്റാം. ലോക്ക്ഡൗൺ കോവിഡ് വന്നതിന് ശേഷം ഓൺലൈനിലൂടെ മാത്രം 2500-ലേറെ ആളുകൾ പ്രസംഗം പരിശീലിച്ച കേരളത്തിലെ നമ്പർ 1 കോഴ്സാണ്. ഒരുപാട് ജനപ്രതിനിധികൾ, രാഷ്ട്രീയക്കാരായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന, പല തൊഴിലുകൾ ചെയ്യുന്ന ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, വീട്ടമ്മമാരും അടക്കം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 2500ഓളം ആളുകൾ പ്രസംഗം പരിശീലിപ്പിച്ച പ്രോഗ്രാമാണ് ഓൺലൈനായിട്ടുള്ള ബെഞ്ചാലി അക്കാഡമിയുടെ സ്പീക്ക് ടു എന്ന് പറയുന്ന പ്രോഗ്രാം. അതൊരു പേടി മാറ്റുന്ന പ്രോഗ്രാം മാത്രമല്ല, പേടി 100% മാറ്റുന്നതോടൊപ്പം തന്നെ ആളുകളുടെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് ഒഴുക്കോടെ സംസാരിക്കുക, മൈൻഡ് ബ്ലാങ്ക് ആവാതെ മനസ്സിലുള്ള ആശയങ്ങൾ മുഴുവൻ റിലാക്സ്ഡ് ആയിട്ട് മണിക്കൂറുകളോളം സംസാരിക്കാൻ പരിശീലിപ്പിക്കുക. സ്വാഗതം എങ്ങനെ പറയാം, ആശംസ എങ്ങനെ പറയാം, അധ്യക്ഷ പ്രസംഗം എങ്ങനെ നടത്താം, എങ്ങനെയാണ് നിങ്ങൾക്ക് നന്ദി പറയേണ്ടത് തുടങ്ങി പ്രസംഗത്തിന്റെ വിവിധ വേർഷനുകൾ എങ്ങനെ പറയാം എന്നതെല്ലാം പരിശീലിപ്പിച്ച് നിങ്ങളൊരു കംപ്ലീറ്റ് ഒരു പ്രഭാഷകനാക്കി മാറ്റുന്ന കോഴ്സാണ് ഓൺലൈൻ സ്പീക്ക് ടു എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രസംഗ പരിശീലനം. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് നിങ്ങൾക്ക് അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും തരും. താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യും. സോ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഞാൻ കസാക് ബെഞ്ചാലി, ബിസിനസ് കോച്ചാണ്, പേഴ്സണൽ സക്സസ് സ്ട്രാറ്റജിസ്റ്റ് ആണ്. താങ്ക് യു.